ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് ലേക്സുകളെ കുറിച്ചാണ്, അതായത് കായലുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കായലുകളെ കുറിച്ച് നോക്കാം. എന്താണ് കായലുകൾ എന്ന് പറയുന്നത്? അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ജലാശയങ്ങളെയാണ് കായലുകൾ എന്ന് പറയുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ജലാശയങ്ങളെയാണ് കായലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ കേരളമാണ്. കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. അപ്പോൾ എന്താണ് കായലുകൾ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ജലാശയങ്ങളാണ് കായലുകൾ. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. കേരളത്തിലാകെ 34 കായലുകളുണ്ട്. അവയിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കടലിനോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങളാണ് കായലുകൾ എന്ന്. അപ്പോൾ 27 എണ്ണം മാത്രമാണ് കടലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബാക്കി 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. ഇങ്ങനെ കരയാൽ മാത്രം ചുറ്റപ്പെട്ട ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയാം. കടലുമായി ബന്ധമില്ലാതെ കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയാം. അപ്പോൾ ബാക്കി 7 എണ്ണം എന്ന് പറയുന്നത് ഉൾനാടൻ ജലാശയങ്ങളാണ്. 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കായലുകൾ പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് പറഞ്ഞാൽ ഈ മത്സ്യബന്ധനം, കയർ വ്യവസായം, വിനോദസഞ്ചാരം തുടങ്ങിയവയ്ക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കായലുകളെ യൂസ് ചെയ്യുന്നത് മത്സ്യബന്ധനത്തിനും കയർ വ്യവസായത്തിനും വിനോദസഞ്ചാരത്തിനുമായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. തടാകങ്ങൾ കടലുമായി ചേരുന്ന പ്രദേശമാണ് അഴിമുഖം. തടാകം കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? അഴിമുഖം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടതാണ്. തടാകം കടലുമായി ചേരുന്ന പ്രദേശമാണ് അഴിമുഖം. ഉദാഹരണം, കൊല്ലത്തെ നീണ്ടകര അഴിയും ആലപ്പുഴയിലെ അന്ധകാര അഴിയും. അപ്പോൾ കൊല്ലത്തെ നീണ്ടകര അഴി, ആലപ്പുഴയിലെ അന്ധകാര അഴി എന്നിവ അഴിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അഴിമുഖം എന്നാൽ തടാകം കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് പറയുന്നത്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. അപ്പം അഴിയും പൊഴിയും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി എന്ന് പറയുന്നത്. അഴി എന്നാൽ കടലുമായി ചേരുന്ന പ്രദേശം. അപ്പോൾ പൊഴിക്ക് ഉദാഹരണം ഏതാണ്? തിരുവനന്തപുരത്തെ കാപ്പിൽ പൊഴി, പൂവാർ പൊഴി എന്നിവയാണ്. ഇനി കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകമാണ് ഈ മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത്. അപ്പോൾ മാനാഞ്ചിറ തടാകം ഇതിൽ മനുഷ്യനിർമ്മിതമായ ഒരു ശുദ്ധജല തടാകമാണുള്ളത്. അത് മാനാഞ്ചിറ തടാകമാണ്. ഇത് കോഴിക്കോടാണുള്ളത്. ഇത് നിർമ്മിച്ചത് മാനവിക്രമൻ സാമൂതിരിയാണ് കോഴിക്കോട് മാനാഞ്ചിറ തടാകം സ്ഥാപിച്ചത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് കായലുകളുണ്ട്. എത്ര കായലുണ്ടെന്ന് പറഞ്ഞാൽ 34 കായൽ, 27 എണ്ണം കടലുമായും 7 എണ്ണം ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ എന്നും, അഴിമുഖം എന്നാൽ തടാകം കടലുമായി ചേരുന്ന പ്രദേശവും, പൊഴി എന്നാൽ കായൽ കടലിനോട് ചേരുന്ന താൽക്കാലിക മണൽത്തിട്ടയുമാണ് എന്ന് പറഞ്ഞു. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം എന്ന് പറഞ്ഞു. ഇത് കോഴിക്കോടാണ് നിർമ്മിച്ചത്. മാനവിക്രമൻ സാമൂതിരിയാണ് എന്നും പറഞ്ഞു. ഇനി നമുക്ക് റാംസൺ കൺവെൻഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് റാംസൺ കൺവെൻഷൻ? തടാകങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാംസൺ കൺവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ തടാകങ്ങളെയും അതുപോലെ കായലുകൾ, തടാകങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണത്. അത് ഒപ്പിട്ടത് 1971 ഫെബ്രുവരി 2 ഇറാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ റാംസൺ കൺവെൻഷൻ ഒപ്പുവെച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1971 ഫെബ്രുവരി 2 അപ്പോൾ ഫെബ്രുവരി 2 എന്താണ് ചോദിച്ചാൽ എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. അപ്പോൾ ഈ ഡേറ്റ് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഫെബ്രുവരി 2 അപ്പോൾ 1971 എന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ റാംസൺ കരാർ നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1975 അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ റാംസൺ കൺവെൻഷനിൽ ഉൾപ്പെട്ട തടാകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ
വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയാണ്. ഏതൊക്കെയാണ്? വേമ്പനാട്ട്, അഷ്ടമുടി, ശാസ്താംകോട്ട. ഈ 3 കായലുകളാണ്. 2002 ഇവ റാംസർ കൺവെൻഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇനി നമുക്ക് വേമ്പനാട്ട് കായലിനെ കുറിച്ച് നോക്കാം. 96 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ നീളം 96 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നിവ. ഏതൊക്കെയാണ്? ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ആ കായൽ എവിടേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഇനി പുന്നമട കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് കായലാണെന്ന് ചോദിച്ചാൽ എന്താണ്? വേമ്പനാട്ട് കായലാണ്. പുന്നമട കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമട കായൽ. കുട്ടനാട്ടിലാണ് പുന്നമട കായൽ എന്ന് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. അതായത് കുട്ടൻ പൊന്നാണ് എന്ന് പറഞ്ഞാൽ മതി, ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് എന്താണെന്നാണ്? പുന്നമട കായൽ എന്നാണ്. എന്നാൽ ഇത് കൊച്ചിയിൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്നാണ്. കൊച്ചിയിൽ വീരൻപുഴയാണ്. കൊച്ചി രാജാവ് വീരനാണ് എന്ന് നമ്മൾ ആ മൂവിയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ കൊച്ചിയിൽ അറിയപ്പെടുന്നത് എന്താണ്? വീരൻപുഴ എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. അതേ തന്നെയാണ്. നെഹ്റു കുട്ടൻ എന്താണ്? പൊന്നാണ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരമാണ് വേമ്പനാട്ട് കായൽ. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഈ കേന്ദ്രത്തിൻ്റെ തീരത്താണ്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നതും വേമ്പനാട്ട് കായലുമായാണ്. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കൈതപ്പുഴ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാതിരാമണൽ, വൈപ്പിൻ, വല്ലാർപാടം, വെല്ലിംഗ്ടൺ, പെരുമ്പളം, കടമക്കുടി എന്നിവയാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് പാതിരാമണൽ, വൈപ്പിൻ, വല്ലാർപാടം, വെല്ലിംഗ്ടൺ, പെരുമ്പളം, കടമക്കുടി എന്നിവ. ഇതിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ, മീനച്ചിലാറ്, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയാണ്. ഇനി അടുത്തത് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി എന്ന് പറയുന്നത്. അപ്പം അഴി പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ കായൽ കടലുമായി ചേരുന്ന സ്ഥലമാണ് അഴി. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി എന്ന് പറയുന്നത്. ഈ അഷ്ടമുടിക്കായൽ എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ കൊല്ലത്താണുള്ളത്. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നതും കായലിലാണ്. അപ്പോൾ ഈ പെരുമൺ തീവണ്ടി ദുരന്തം ജൂലൈ 8 1988 888 എന്ന് ഓർത്ത് വെച്ചാൽ മതി. നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിലാണ്. എപ്പോഴാണ്? 1988 ജൂലൈ 8. അപ്പോൾ പെരുമൺ തീവണ്ടി ദുരന്തം അഷ്ടമുടി കായലിൽ, അതായത് അഷ്ടമുടി കായൽ എവിടെയുള്ളത്? കൊല്ലത്ത് നടന്നു എന്ന് ഓർത്താൽ മതി.
അപ്പോൾ അഷ്ടമുടി കായൽ എവിടെയുള്ളത്? കൊല്ലത്താണ്. പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അവിടെയാണ്. ജൂലൈ 8-നാണ് അത് നടന്നത്. 1988 ജൂലൈ 8-ന് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായലാണ്. നെഹ്റു ട്രോഫി വേമ്പനാട്ട് പുന്നമടക്കായൽ, പ്രസിഡന്റ് ട്രോഫി ജലോത്സവം അഷ്ടമുടി കായൽ. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന അത് അഷ്ടമുടി കായലിലാണ്. അപ്പോൾ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ ആശ്രാമം കായൽ എന്നും അറിയപ്പെടുന്നു. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. തലയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചതും അഷ്ടമുടി കായലിലാണ്. അടുത്തത് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ട് തടാകമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട്ട് തടാകം. ഇതൊരു ശുദ്ധജല തടാകമാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയാണ്. പനമരം നദി ഉത്ഭവിക്കുന്നത് പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. കബനി നദിയുടെ പോഷക നദിയാണ് പനമരം നദി. അപ്പോൾ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഒക്കെ ചോദിച്ചാൽ പൂക്കോട്ട് തടാകമാണ്. വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ മേപ്പടി തടാകമാണ്. മേപ്പടി തടാകമാണ് കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. അപ്പോൾ വടക്ക് എവിടെയായിരിക്കാം? കാസർഗോഡാണ് ഉപ്പളക്കായലുള്ളത്. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി തടാകം. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി തടാകമാണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്തമായ ഓസ്പോ തടാകമാണ് വെന്തല തടാകം. ഓക്കെ, നമുക്ക് ഇനി കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ എത്രണ്ണാണെന്ന് നോക്കാം. കേരളത്തിൽ 7 ശുദ്ധജല തടാകങ്ങളാണുള്ളത്. ശാസ്താംകോട്ട തടാകം ഏറ്റവും വലിയ തടാകമാണ്. കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളായണി തടാകം തിരുവനന്തപുരത്താണ് വെള്ളായണി തടാകം സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട്ട് തടാകം നമ്മൾ പറഞ്ഞു വയനാടാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് എന്ന് പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്നും പറഞ്ഞു. അടുത്തത് ഏനമാക്കൽ തൃശ്ശൂർ, മനക്കൊടി തൃശ്ശൂർ. ഇവ രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ്. മൂരിയാട് തടാകം തൃശ്ശൂർ, കാട്ടക്കാമ്പാൽ തടാകം തൃശ്ശൂർ. ഇവയൊക്കെയാണ് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ. 7 ശുദ്ധജല തടാകങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ കടലുമായി ബന്ധമില്ലാത്ത 7 ഉൾനാടൻ ജലാശയങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലുള്ള കവ്വായി, കോഴിക്കോടിലെ അകലപ്പുഴ, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ, ഏനമാക്കം, മനംകൊടി, മൂരിയാട് കായലുകൾ, പിന്നെ തിരുവനന്തപുരത്തെ വെള്ളായണി കായൽ, കൊല്ലത്തെ ശാസ്താംകോട്ട കായൽ എന്നിവയാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ. കടിഞ്ഞംകുളം കായലിനെ വേലിക്കായലുമായി ബന്ധിപ്പിക്കുന്നതാണ് പാർവതി പുത്തനാർ. അപ്പോൾ പാർവതി പുത്തനാർ എന്തുമായി ബന്ധിപ്പിക്കുന്നു ചോദിച്ചാൽ കടിഞ്ഞംകുളം കായലിനെ വേലിക്കായലുമായി ബന്ധിപ്പിക്കുന്നത്. പാർവതിയുടെ വേളി കഠിനമായിരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. കടിഞ്ഞംകുളം കായൽ, വേലിക്കായൽ, പാർവതി പുത്തനാർ. പാർവതിയുടെ വേളി കഠിനമായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വേറെ വഴിയില്ല. വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായലാണ് ഉപ്പളക്കായൽ എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏനമാക്കൽ, മനംകൊടി എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് രണ്ടിനും കൂടി 65 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. വേമ്പനാട്ട് കായലിനെ തെക്കുവശത്ത് കാർത്തികപ്പള്ളി മുതൽ പനമരം വരെ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു കായലാണ് കായംകുളം കായൽ. കാർത്തികപ്പള്ളി മുതൽ പനമരം വരെ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു കായലാണ് കായംകുളം കായൽ എന്ന് പറയുന്നത്. കടിഞ്ഞംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നതാണ്
പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളപട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്നതാണ് സുൽത്താൻ കനാൽ. വളപട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്നതാണ് സുൽത്താൻ കനാൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെള്ളായണി കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് എന്നിവയാണ്. ഏതൊക്കെയാണ്? വെള്ളായണി കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ, അഞ്ചുതെങ്ങ് എന്നിവ. കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകളാണ് ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നിവ. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകളാണ് വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ എന്നിവ. കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകളാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ എവിടേക്കാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന കായലുകളാണ് വേമ്പനാട്ട് കായൽ, പറവൂർ കായൽ എന്നിവ. തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ഏനമാക്കൽ, മൂരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ എന്നിവ. കോഴിക്കോടാണ് മാനാഞ്ചിറ കായലുള്ളത്. വയനാട് പൂക്കോട്ട് തടാകം, മലപ്പുറം BM കായലം, കണ്ണൂർ കവ്വായി കായലാണ്, കാസർഗോഡ് ഉപ്പള കായൽ. ഇനി നമുക്ക് PSC പരീക്ഷയിൽ ഇതിനു മുമ്പ് ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, പെരിയാറിന്റെ പതനം ഏത് കായലിലാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. പെരിയാറിന്റെ പതനം ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ A അഷ്ടമുടി, B വേമ്പനാട്ട് കായൽ, C കായംകുളം കായൽ, D കൊടുങ്ങല്ലൂർ കായൽ. ആൻസർ B വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. ഇവയിൽ 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്, 27 എണ്ണം സമുദ്രവുമായി ചേരുന്നവയാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് എന്ത്? കായലുകൾ എന്നറിയപ്പെടുന്നത്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ പുന്നമട കായൽ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ A കായംകുളം, B അഷ്ടമുടി, C ശാസ്താംകോട്ട, D വേമ്പനാട്ട്. ഓപ്ഷൻ C ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അപ്പോൾ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ശാസ്താംകോട്ട കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002-ലാണ്. അപ്പോൾ ഏതൊക്കെയാണ് റാംസർ പട്ടികയിലുള്ളത്? വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നിവയാണ്. കായലുകളിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായലിനെയാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള കൈതപ്പുഴ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. കല്ലട നദി പതിക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടി കായലാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. ആശ്രാമം കായൽ, അഷ്ടമുടി കായൽ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമട കായൽ എന്ന്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ പുന്നമട കായൽ, കൊച്ചി കായൽ, വീരൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായലാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത്? അഷ്ടമുടി കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായൽ. പൊന്നാനി വള്ളംകളി നടക്കുന്നത് BM കായലിലാണ്. പൊന്നാനി BM കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. ശ്രീനാരായണ ട്രോഫി നടക്കുന്നത് കന്നേറ്റി കായലിലും. രാജീവ് ഗാന്ധി ട്രോഫി നടക്കുന്നത് പുള്ളിക്കുന്ന് കായലിലും. ഇന്ദിരാഗാന്ധി ട്രോഫി നടക്കുന്നത് കൊച്ചി കായലിലുമാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രോഫി അഷ്ടമുടി കായൽ, നെഹ്റു ട്രോഫി പുന്നമട കായൽ, പൊന്നാനി വള്ളംകളി BM കായൽ, അയ്യങ്കാളി ട്രോഫി വെള്ളായണി കായൽ, ശ്രീനാരായണ ട്രോഫി
ടി കായൽ, രാജീവ് ഗാന്ധി ട്രോഫി പുള്ളിക്കുന്ന് കായൽ, ഇന്ദിരാഗാന്ധി ട്രോഫി കൊച്ചി കായലിലാണ് നടക്കുന്നത്. 163 രാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസൺ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് ഏതാണ്? ശാസ്താംകോട്ടയാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി 1971 ഇറാനിലെ റാംസണിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ രൂപം കൊണ്ട ഉടമ്പടിയാണ് റാംസൺ ഉടമ്പടി എന്ന് പറയുന്നത്. റാംസൺ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 നിലവിൽ വന്നത് 1975 നിലവിൽ ഇന്ത്യയിൽ നിന്ന് റാംസൺ പട്ടികയിലെ കേന്ദ്രങ്ങളുടെ എണ്ണം പറയുന്നത് 91 എണ്ണമാണ്. റാംസൺ പട്ടികയിൽ നിലവിൽ ഇന്ത്യയിൽ നിന്ന് റാംസൺ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം 91. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റാംസൺ കേന്ദ്രങ്ങളാണ് അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? മേപ്പടി തടാകമാണ്. വയനാടാണ് മേപ്പടി തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട്ട് തടാകം, വയനാട്. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഉൾനാടൻ ജലാശയം 7. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഉള്ള കായൽ ഉപ്പള കായൽ, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വേളി, തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓസ്ബോ തടാകമാണ് വെന്തല തടാകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏതു വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകമാണ്. കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം എന്ന് പറയുന്നത്. ഉത്തരവാദിത്യ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കുമരകത്താണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. കുമരകം പക്ഷി സങ്കേതം ആദ്യകാല നാമം എന്തായിരുന്നു? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കവ്വായി, അകലപ്പുഴ, മൂരിയാട്, ഏനമക്കൽ, മനംകൊടി, കൊടുങ്ങല്ലൂർ, വരാപ്പുഴ, ശാസ്താംകോട്ട, വെള്ളായണി എന്നിവയാണ്. അപ്പം നമ്മൾ പറഞ്ഞു 7 എണ്ണമാണ് ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് പറഞ്ഞു. കുമരകം ഏത് കായലിൻ്റെ തീരത്താണുള്ളത്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണുള്ളത്. 2002 വേമ്പനാട്ട് കായൽ റാംസൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന ഭാഗത്താണ് നീണ്ടകര അഴിയുള്ളത്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴിയുള്ളത്. പൂക്കോട്ട് തടാകം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം. ഞാൻ പറഞ്ഞതേ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞിട്ടിരിക്കുന്നില്ല. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ഐലൻഡാണ്. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അത് ഓർത്ത് വയ്ക്കുക. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനും അതിനുള്ള അനുബന്ധ വിവരങ്ങളും ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കായലുകളെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.